يا مكة ما أطيبك بشجون همس الهادي. നമുക്കറിയാവുന്നതുപോലെ മക്ക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം അവിടെയാണ് കാഴ്ചയുള്ളത്. എല്ലാവരും വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UAE വാഫി അലുമിനി അസോസിയേഷൻ പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 13ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഏവരെയും ഇലൽ ഹബീബ് സീസൺ 2-ലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മക്കയിൽ നിന്ന് മുസ്ലിങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്ന മുസ്ലിമീങ്ങൾ പല ആളുകളും മദീനയിലേക്ക് പലായനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അറിയുന്ന മക്കയിലെ ഖുറൈശികളായിട്ടുള്ള ആളുകൾക്ക് ഭയമുണ്ടാവുകയും അവർ അതിനു വേണ്ടിയിട്ട് ഒരു യോഗം കൂടുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച മുമ്പോട്ട് പോകുന്നത്. ബഹുമാനനായ ഹാഫിദ് സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇലൽ ഹബീബിന്റെ ഈ സീസൺ 2-ലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക്, ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. നഫ്ലോഫി സൂചിപ്പിച്ചതുപോലെ മക്കയിൽ നിന്ന് ഏകദേശം എല്ലാവരും മദീനയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ചില കാരണങ്ങളാൽ പോകാൻ സാധിക്കാത്തവർ മാത്രമേ മക്കയിൽ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ മക്കയിലെ നേതാക്കന്മാർക്ക് പേടി തുടങ്ങി. ഇവര് മദീനയിലെത്തി എന്താണ് ഇനി ഭാവിയിൽ ഉണ്ടാവുക എന്നറിയില്ല, സംഘടിപ്പിച്ച് വരുമോ എന്നുള്ളതൊക്കെ ഒരു പേടി സ്വാഭാവികമായി അവർക്ക് ഉണ്ടായി. അപ്പൊ ഇതിനൊരു പരിഹാരം കാണാൻ അവരൊരു യോഗം ചേർന്നു. അവർ ആ കാലഘട്ടത്തിലൊക്കെ യോഗം ചേർന്നിരുന്നത് ദാറുന്നദ്വയിലായിരുന്നു. ദാറുന്നദ്വ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു പാർലമെന്റിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഖുസൈ ഇബ്നു ഖിലാബ ആണ് അതിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാവുന്നതുപോലെ മക്ക എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം അവിടെയാണ് കഅബ ഉള്ളത്. അപ്പൊ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അവിടേക്ക് വരുന്ന എല്ലാവരും വരാറുണ്ട്. അപ്പൊ അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ മറ്റുള്ളവരെയൊക്കെ വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അവർ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായി യോഗം ചേർന്ന് അതിന്റെ പ്ലസ് മൈനസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അവരൊരു കാര്യം തീരുമാനിക്കും. ദാറുന്നദ്വയിലായിരുന്നു. അങ്ങനെ അവര് ദാറുന്നദ്വയിൽ യോഗം ചേർന്നു. അത് സഫർ മാസം 26-നാണ് അവരങ്ങനെ ഒരു യോഗം ചേർന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് 14ാമത്തെ വർഷം. നമുക്കറിയാവുന്നതുപോലെ രണ്ടാം അഖബ ഉടമ്പടി നടന്നത് 13ാമത്തെ വർഷമാണ്. അത് ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം കഴിഞ്ഞാൽ അടുത്ത വർഷമല്ല. അപ്പൊ 14ാം വർഷത്തെ സഫർ മാസത്തില് ആണ് ഈ ഒരു യോഗം ചേരുന്നത്. അങ്ങനെ യോഗത്തില് അവർക്കറിയാത്തൊരാള് ആ യോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, ഒരു നജിദിയൻ ഷെയ്ഖ്. അപ്പൊ അവർക്ക് ഒരു അപരിചിതനായ വ്യക്തിയാണ്. അത് ശരിക്കും പിശാജ് മനുഷ്യരൂപത്തിലേക്ക് കടന്നു വരികയാണ്. പലപ്പോഴും ഇതിന്റെ വരുന്നത് ഇതിനു മുമ്പേ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിക്കും പിശാജ് എന്ന് പറഞ്ഞാല് ആലമുൽ ഗൈബിലുള്ളതാണ്. പക്ഷെ അപൂർവം ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് അവര് നേരെ രൂപസാദൃശ്യത്തോടുകൂടി മറ്റു മനുഷ്യൻ രൂപത്തിലൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വന്നതാണ്. അപ്പൊ എല്ലാവരും ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചത്. നമ്മൾ നിങ്ങൾ ഒരു കാര്യപ്പെട്ട ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ, അപ്പൊ ഞാനും അതിൽ ഭാഗവക്കാവാന് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയാൻ സാധിക്കും. അപ്പൊ അവർക്കും തോന്നി അങ്ങനെയാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാനോ എന്ന് വിചാരിച്ച് അവര് അദ്ദേഹത്തെ കൂടെ ചേർത്ത് അങ്ങനെ യോഗം ആരംഭിച്ചു. ഇതില് പ്രധാനപ്പെട്ട ഖുറൈശി നേതാക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷെ മുത്അയിം ഇബ്നു അദി വന്നിട്ടില്ല. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ സംരക്ഷണം കൊടുത്തത്. കാരണം തായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അവരുടെ ജാമ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന് ആ ഒരു വാക്ക് ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്തായിരിക്കുമെന്ന് ആ ഒരു ആശങ്ക കൊണ്ടോ മറ്റോ എന്തായിട്ടില്ല, മുത്അയിം ഇബ്നു അദിയെ ക്ഷണിച്ചിട്ടില്ല. അവർ ആ യോഗത്തിലില്ലായിരുന്നു. ബാക്കിയുള്ള ഖുറൈശിയിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്.
അങ്ങനെ അവർ യോഗം ചേർന്നു. അപ്പൊ യോഗത്തിൽ ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാണ്. ആദ്യമായിട്ട് അബുൽ അസ്വദ് എന്ന് പറഞ്ഞ ഖുറൈശി നേതാവ് പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ട് വേറെ എവിടേക്കെങ്കിലും നമുക്ക് പറഞ്ഞു വിടാം. എന്നാൽ പിന്നെ നമ്മളെ അടുത്തുനിന്ന് ഒരു ശല്യം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയാൻ പാടില്ലെന്നാലും അവരുടെ ഭാഷയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ശല്യം നമുക്ക് ഒഴിവാകാമല്ലോ, നമുക്ക് എന്താക്കാം, നാട് കടത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു നജിദിയാൻ ഷെയ്ഖ് പിന്നെ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി ഹാദാ ലക്കും ബിറഅയിൻ, ഇതൊരു അഭിപ്രായമല്ല, ഇതൊരിക്കലും ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അതിന്റെ റീസൺ പറഞ്ഞു കൊടുക്കാണ്. അലം തറു ഹുസ്ന ഹദീസി വഹലാവത മൻതിഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വശ്യമാകുന്ന സംസാരം നിങ്ങൾക്കൊക്കെ അറിയാലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചാല് അവിടെയുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഇതേപോലെ അവിടെ ഉണ്ടാവും. അത് കൂടുതൽ അപകടമാവുക ചെയ്യാം. അപ്പൊ അതൊരു ഉചിതമായിട്ടുള്ള തീരുമാനമല്ല എന്ന് ആര് പറഞ്ഞു? ഈ നജിദിയാൻ ഷെയ്ഖ്. ഇബ്ലീസ് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം, അദ്ദേഹം പുറത്തുനിന്നുള്ള ഒരാളാണ്. പക്ഷെ ഇവിടേക്ക് വന്ന് അദ്ദേഹം പിന്നെ ഈ ഒരു അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് പോലെയാണ് ഫീലിംഗ് ചെയ്യുന്നത്. അദ്ദേഹം ആ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ടാക്ടിക്കായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ അതൊരു ഉചിതമായ തീരുമാനമല്ല എന്ന് എല്ലാവരും ആ ഒരു തീരുമാനത്തെ എല്ലാവരും തള്ളിക്കളഞ്ഞു. രണ്ടാമതായിട്ട് പിന്നെ അബുൽ ബുഖ്തരി, ഖുറൈശി നേതാവായിരുന്ന അബുൽ ബുഖ്തരി പറഞ്ഞത്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടവിലാക്കാമെന്ന് പറഞ്ഞു. തടവിലാക്കി മരണം വരെ നമുക്ക് തടവിലാക്കാം. അത് ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഔട്ട് ഓഫ് ഓർഡറായി സംസാരിക്കുന്ന കവികളെയൊക്കെ അവര് തടവിലാക്കി മരണം വരെ അങ്ങനെ തടവിലിട്ടിരുന്നു. മുമ്പത്തെ സുഹൈറിനെ പോലുള്ള ആളുകളെയൊക്കെ അങ്ങനെ ആക്കിയെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് ഖുർആനിൽ അം യഖൂലൂന ശാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ എന്ന് ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോ അവിടെയും ഈ നജിദിയാൻ ഷെയ്ഖ് ഇടപെട്ട് പറഞ്ഞു, അതും എന്തല്ല, ഉചിതമല്ല. കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ ഇങ്ങനെ തടവിലാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായവരാണ് അവിടുത്തെ അനുചരന്മാര്. അപ്പൊ മദീനക്കാർ ഈ ഒരു വിഷയം അറിഞ്ഞാൽ അവര് സംഘടിച്ചു വരികയും എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഒരു തടവിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഇതും എന്തല്ല, ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല. കാരണം ഇതും ശരിയല്ല എന്ന് പറഞ്ഞു. ഈ നജിദിയാൻ ഷെയ്ഖിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു ആശ ഉണ്ട്, എത്തിയിട്ടില്ല. എത്താൻ വേണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പിന്നെ ചർച്ച ഇങ്ങനെ നീട്ടി. അപ്പോഴാണ് അബൂജഹൽ പറഞ്ഞു, എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ട്. വല്ലാഹി ഇന്നലി ഫീഹി റഅയൻ, എനിക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളാരും അഭിപ്രായപ്പെടാത്ത ഒരു കാര്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു, കാലു വമാ ഹുവ യാ അബുൽ ഹക്കം, എന്താണ് അത്, എന്നാല് താങ്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോഴാണ് അബൂജഹലിന്റെ അതെ കുഞ്ഞത്തലാണ്. അപ്പോ അബൂജഹൽ പറഞ്ഞു, ഒരു കടുത്തൊരു തീരുമാനം പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാമെന്ന് പറഞ്ഞു. അതിനെങ്ങനെയാന്ന് വെച്ചാൽ ഓരോ കബീലയിൽ നിന്നും ഓരോ വ്യക്തിയെ സെലക്ട് ചെയ്യുക, അവരൊക്കെ എല്ലാവരും കൂടിയും ഒന്നിച്ചടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുക. ദർബത്ത് റജുലിൻ വാഹിദിൻ, ഒരാള് വധിക്കുന്നത് പോലെ എല്ലാവരും കൂടി, അതായത് എല്ലാ ഗോത്രത്തിൽപ്പെട്ട ഓരോരുത്തരും സംഘടിക്കുക, ഒറ്റ ആക്രമണം നടത്താം. കാരണം എന്താ വെച്ചാല് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിന് ഇവരോട് എതിരിടാനും സാധിക്കും. കാരണം ഇത്രയും കൂടുതൽ ആളുകൾ, ഒരു ഗോത്രമാണെങ്കിൽ ആ ഗോത്രം തമ്മിൽ യുദ്ധങ്ങളാവും. പക്ഷെ വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ട, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വന്ന് ഏതെങ്കിലും സംസ്ഥാനത്ത് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ സംസ്ഥാനത്തെയും കൂടി ആക്രമിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഒന്നിച്ചാണെങ്കിലും നടക്കൂലല്ലോ. ആ ഒരു പോളിസിയാണ് ഇവിടെ സ്വീകരിച്ചത്. നമുക്ക് എല്ലാ ഗോത്രത്തിലുള്ള ഓരോ പ്രമുഖരെയും കൂടിയും ഉൾപ്പെടുത്തി ഒറ്റയടിക്ക് നമുക്ക് വധിക്കാമെന്ന് പറഞ്ഞു. അപ്പോ ഈ നജിദിയാൻ ഷെയ്ഖ് പറഞ്ഞു, അൽ ഖൗലു മാ ഖാല റജുൽ, എന്താ ഇതാണ് ഒരു വർത്താനം, അദ്ദേഹം ഉദ്ദേശിച്ച ഒരു അഭിപ്രായം ഇതാണ് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും അവർക്ക് ഈ ഒരു അഭിപ്രായത്തെ സ്വീകാര്യയോഗ്യമായി തോന്നി. കാരണം അതോടുകൂടിയിട്ട് എന്താണ്, ചർച്ച അവസാനിക്കും. ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാനുള്ള അവരുടെ പ്രയാസമൊക്കെ അവസാനിക്കും. മാത്രമല്ല യുദ്ധം ഉണ്ടാവുകയും ചെയ്യൂല. കാരണം എല്ലാവരെയും കൂടിയും തിരിച്ചാക്രമിക്കാനുള്ള ഒരു ശേഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിന് ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ബ്ലഡ് മണി സ്വീകരിച്ച് ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുമെന്നാണ് അവര് ധരിച്ചത്. അങ്ങനെ ഈ ഒരു തീരുമാനം ശരിയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം സ്വീകാര്യമാണ് എന്നാണ് ആ ഒരു പാർലമെന്റിന്റെ കൺക്ലൂഷനായിട്ട് അവിടെ വന്നത്. അങ്ങനെ
ഖുർആനിലൊക്കെ അള്ളാഹു പറയുന്നത് പോലെ മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാഹു സാദിസും. നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നത് പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമൊക്കെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. ഇവരുടെ ഈ ഒരു തീരുമാനം അതൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. വഇദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. അവര് വഞ്ചനാ പ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. ലിയുസ്ബിതൂക, ഒന്നുകിൽ താങ്കളെ അറസ്റ്റ് ചെയ്യുക, ബന്ദിയാക്കുക, ഔ യഖ്തുലൂക അല്ലെങ്കിൽ വധിക്കുക, അല്ലെങ്കിൽ ഔ യുഖ്രിജൂക അല്ലെങ്കിൽ താങ്കളെ പുറത്താക്കുക. എന്നിട്ട് അതിന്റെ സൂക്തത്തിന്റെ തുടർച്ചയിൽ അള്ളാഹു പറയുന്നുണ്ട് വയംകുറൂന, അവര് വഞ്ചനാ പ്രയോഗം നടത്തുന്നുണ്ട്, അള്ളാഹു വഞ്ചനാ പ്രയോഗം നടത്തുന്നുണ്ട്. പക്ഷെ അള്ളാഹു ആണ് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായിട്ട് കുതന്ത്രശാലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് അത് പറയുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു തീരുമാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പച്ച വിരിപ്പുണ്ട്, എൻ്റെ ഒരു വിരിപ്പിൽ താങ്കൾ കിടന്നുറങ്ങണം, ഇന്ന് രാത്രി താങ്കൾ കിടന്നുറങ്ങണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം മറ്റു ചില സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇവിടെ ഖുറൈശികളുടെ കൂട്ടത്തിൽ പെട്ട പലർക്കും പിന്നെ ഒരു വലിയ ഒരു പ്രയാസമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ പോയി തുടങ്ങി എന്നുള്ള ആ ഒരു സാഹചര്യം അവർക്ക് അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ചർച്ചയ്ക്കൊക്കെ കാതലായിട്ടൊരു വിഷയം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി വരുന്ന എപ്പിസോഡുകളിൽ വളരെ വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. മദീനയിലേക്കുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിന്റെ വ്യത്യസ്തമായ വശങ്ങൾ, വ്യത്യസ്തമായ സംഭവ വികാസങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഹാരിയായ ഒരുപാട് സംഭവങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വരാനുണ്ട്. അതിനുവേണ്ടി കാതുറക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صعب أن تهجر ما سكن في القلب.